നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. +2 ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടുകളിലേക്ക് കടക്കുക. ഓക്കെ, നോക്കിയിരിക്കണം. നമ്മൾ ബൈനറി ഓപ്പറേഷൻ, അതായത് ബൈനറി ഓപ്പറേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ബൈനറി ഓപ്പറേഷൻ്റെ തന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റിയും അസോസിയേറ്റിവിറ്റിയും ചെക്ക് ചെയ്യുന്ന രീതിയാണ് പഠിച്ചുകൊണ്ടേയിരുന്നത്. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ പോകുന്നു. ഓൺ Q മീൻസ് റാഷണൽ നമ്പേഴ്സ്, ഡിഫൈൻ A star B equal to AB/2. A star B is equal to AB/2. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. നമുക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റിവിറ്റി ചെക്ക് ചെയ്യാം. A star B equal to AB/2, B star A equal to BA/2, A into B equal to B into A. Therefore A star B equal to B star A. അല്ലേ? A star B എന്ന് പറഞ്ഞത് AB/2, B star A എന്ന് പറഞ്ഞത് BA/2. ഇനി A into B യും B into A എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ A star B equal to B star A. Therefore it is commutative. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അസോസിയേറ്റിവിറ്റി ചെയ്യും. A star B star C, A star B star C. ശ്രദ്ധിക്കും. A star B AB/2 ആണെങ്കിൽ B star C എന്തായിരിക്കും? BC/2 ആയിരിക്കും. BC/2, അതായത് A star BC/2. Now we take A and BC/2 as B. Read it as A star B. Read it as A star B. AB/2. A into B by 2. A into B by 2. That is ABC by 4. Then A star B star C. A star B തന്നിട്ടുണ്ട് AB/2. Star C. Yeah. A and B. A star B. That is written as AB/2. A B ABC by 4. That is A star B star C is equal to A star B star C. A star B star C is equal to A star B star C. Therefore it is associative. Therefore it is associative. Next problem. On Z plus. Z plus means positive integers. Define A star B equal to 2 raised to AB.
Is it commutative or not? Is it associative or not? ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. കമ്മ്യൂട്ടേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. നോക്കിയേ, A star B equal to 2 raised to A. So B star A equal to two raised to BA. AB is equal to BA. A into B യും B into A യും ഒരേ ആൻസർ ആണ്. So the function is commutative. The function is commutative. Function എന്താണ്? Commutative. ഇത് അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അസോസിയേറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, A star B star C. A star B 2 raised to AB ആണെങ്കിൽ B star C എന്തായിരിക്കും? 2 raised to BC ആയിരിക്കും. Now ഇത് നമ്മൾ A ആയിട്ടും ഇത് നമ്മൾ B ആയിട്ടും എടുക്കും. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? A star B എന്ന് വായിക്കും. അപ്പോൾ 2 raised to A into B. A into B. അല്ലേ? 2 raised to A into B. That is 2 raised to 2 BC into A. 2 raised to 2 BC into A. Then A star B star C. A star B is 2 raised to AB. Two raised to AB star C. 2 raised to AB എന്ന് പറയുന്നത് A യും C എന്ന് പറയുന്നത് B. അപ്പോൾ A star B എന്ന് വായിക്കാം. A star B നമ്മൾ എങ്ങനെ എഴുതും? 2 raised to A into B. 2 raised to AB into C. Two raised to AB into C. ഇത് ഈക്വൽ ആണോ? അല്ല, ഒരിക്കലും ഈക്വൽ അല്ല. കാര്യം 2 raised to BC into A, 2 raised to AB into C യും ഈക്വൽ അല്ല. That is A star B star C not equal to A star B star C. Therefore it is not associative. അതല്ല, associative അല്ല. The next problem ഇങ്ങനെ. On Z plus define A star B equal to A raised to B. A star B equal to A raised to B. Z plus എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. Z plus means പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അതായത് +1 +2 +3 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന നമ്പർ സിസ്റ്റം. 0 1 2 3 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന നമ്പർ സിസ്റ്റം. അതെന്ന് പറഞ്ഞത് Z പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ അസോസിയേറ്റിവിറ്റിയും കമ്മ്യൂട്ടേറ്റിവിറ്റിയും നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റിവിറ്റി ചെക്ക് ചെയ്യാം. A star B equal to A raised to B. B star A equal to B raised to A.
ഈക്വൽ അല്ല, ഒരിക്കലും ഈക്വൽ അല്ല. കാരണം നമുക്ക് ചെക്ക് ചെയ്യാം. 2/3 8. 2/3 means 2 is multiplied by itself at 3 times. 2 ഗുണം 2 ഗുണം 2, 2 4, 4 8. Then തിരിച്ച് b raised to a, 3 raised to 2, 3 into 3 9. ഈക്വൽ അല്ല. ആദ്യത്തത് 8, രണ്ടാമത്തെ 9. ഈക്വൽ അല്ല. സോ A star B not equal to B star. A star B not equal to B star A. Therefore, it is not a commutative. Commutative alla. Now we are going to check its associativity. A star B is equal to A raised to B. Okay, A star B is equal to A raised to B. A star B is equal to A raised to B. A star B star C. A star B star C. That's equal to A star B A raised to B ആണെങ്കിൽ B star C എന്തായിരിക്കും? B raised to C. Okay. Then A and B. A raised to B. A. A raised to B raised to C. A raised to B raised to C. Then A star B star C. A star B എന്താണ്? A raised to B. Star C. A raised to B raised to C. Here A raised to B raised to C. ഇവിടെ A raised to B raised to C. A raised to B raised to C. A raised to B raised to C. രണ്ട് ഈക്വൽ ആണോ? നമുക്ക് ചെക്ക് ചെയ്യാം. Three raised to 2 raised to 3. എത്ര വരും? Seven twenty nine. Okay. Then 3 raised to 2 raised to C. 3 raised to 2 raised to C. Raised to 8, that is equal to 3 into 3, 3 square the whole raised to 4, is equal to 9 into 9 into 9 into 9. Here only is only 9 raised to 3, here 9 raised to 4. So the answer is not equal. Now A raised to B raised to C, A raised to B raised to C equal alla. So A star B star C not equal to A star B star C. Therefore it is not associate. It is not associate. എന്തല്ല? അസോസിയേറ്റീവ് അല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അസോസിയേറ്റീവ് അല്ല എന്ന് പറയാം. Okay, then നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇതിൽ എക്സസൈസ് 1.4 ലാസ്റ്റ് പ്രോബ്ലം ഞാൻ അവിടെ ഉപേക്ഷിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നോക്കാം. സംശയമുള്ളവർക്ക് വീണ്ടും വന്ന് ചോദിക്കാം. ഒറ്റ ക്വസ്റ്റ്യനെ ആ ഭാഗത്ത് നിന്ന് ഉപേക്ഷിച്ചിട്ടുള്ളൂ. 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ.
1-4 6th question. Then ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എക്സസൈസ് 6-1-4 ആറാമത്തെ ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ചത് എക്സസൈസ് 1-4 2 6 2 6 ആണ് ഉദ്ദേശിച്ചത്. ഇനി വലിയ ക്വസ്റ്റ്യൻ 6. നമുക്ക് ഇതിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് വർക്ക് ചെയ്യാനേ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ല ഒരുവിധം നമുക്ക് എക്സാമിന് വരും സാധ്യതയുള്ള പ്രോബ്ലങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയിരിക്കുക. Let star be the binary operation on n given by a star b equal to LCM of a and b. അവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ. LCM of a and b ആണ് a star b. അപ്പോൾ സ്റ്റാർ ഓപ്പറേഷൻ എന്താണ്? ആ ബൈനറി ഓപ്പറേഷൻ എന്താണ്? LCM ആണ്. ഫൈൻഡ് 5 star 7. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും. $5 star 7 and $20 star 16. Okay. $5 star 7 means LCM of 5 and 7. 5ന്റെയും 7ന്റെയും LCM ആണ്. 5നും 7നും കോമൺ ആയിട്ട് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി LCM കിട്ടും. 5 × 7 35. 5 × 7 35. Then LCM of 20 and 16. Very simple. 2 × 4, 4 × 5, 20, 20 × 4, 80. The answer is 80. First question. Continue. Okay, then now. Is star commutative? A star b equal to LCM of a and b plus 5ന്റെയും 7ന്റെയും LCM 35. തിരിച്ച് 7ന്റെയും 5ന്റെയും LCM ഒന്ന് തന്നെയായിരിക്കും. 35 തന്നെയായിരിക്കും. സംശയമൊന്നുമില്ല. അപ്പോൾ b star a equal to LCM of b and a. A star b equal to b star a, therefore it is commutative. Commutative തന്നെയാണ്. Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ is star associative. Is star associative? Star associative ആണ്. A star B star C. That is സംശയമില്ലാത്ത കേസാണ്. കാര്യം A star B star C = A star B star C. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. A is equal to 4, B is equal to 8 and C is equal to 2. ചെക്ക് ചെയ്യാൻ പോകും. A star star 8 star 2. അത് ബ്രാക്കറ്റ് കിടക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്യും 8ന്റെയും 12ന്റെയും LCM. Two into 2 4, 4 into 8, 8 into 3 24.
424 LC. Twenty-four is the answer. Then A star B star C. 4 and 8 in the LCM. 2 into 4, 1 to 8. Start over, 8 start over. 8 days 12 in the LCM. 2 into 4, 1 to 8, 8 to 3, 24. Am I correct? Then A star B star C equal to A star B star C. Therefore, it is associated. സോ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു 10 മിനിറ്റ് കൂടി ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ വൈൻഡ് ആവും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ വരിക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ പിന്നെ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, താങ്ക്സ്.